ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഗെയിമർ ടെസ്റ്റ്. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഹോണർ 400 ലൈറ്റ് എന്ന ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് ആണ്. ഇന്ത്യയിലേക്ക് ഉടൻ വരാനിരിക്കുന്ന ഒരു ഫോൺ കൂടിയാണ്. ഹോണറിന് നമുക്ക് അറിയാവുന്നതാണ്, ബഡ്ജറ്റിൽ ഏറ്റവും നല്ലൊരു ഫോൺ ഇറക്കുന്ന ഒരു കമ്പനിയോട് കൂട്ടത്തിൽ ഒരു ഫോണാണ് ഹോണർ എന്നുള്ളത്. ഇതിന് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. ഇതിൻ്റെ ഒരുപാട് ന്യൂനതകളും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. ആദ്യം തന്നെ പെർഫോമൻസിലേക്ക് പോവുകയാണെങ്കിൽ MediaTek Dimensity 7025 അൾട്ര എന്ന ചിപ്സെറ്റാണ് വരുന്നത്. 8GB റാമാണ് കൂടെ വരുന്നത്. ഇത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ കൂടാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം 20,000 മേലേക്കായിരിക്കും. കൂടുതലും 20ൻ്റെ താഴേക്കാവാനുള്ളതാണ് സാധ്യത. ഇതിൽ കുറേ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് പിന്നെ ഡിസ്പ്ലേയുടെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 3500 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് നൽകിയിട്ടുണ്ട്. 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. ബെസൽലെസ് പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് വരുന്നത്. 161 mm ആണ് ഹൈറ്റ് വരുന്നത്. ഇനി നമുക്ക് തിക്നെസ്സിലേക്ക് പോവുകയാണെങ്കിൽ 7.29 mm തിക്നെസ്, 161 ഗ്രാം വെയിറ്റും IP65 റേറ്റഡുമാണ് ഈ ഫോൺ വരുന്നത്. ഇനി നമുക്ക് റിയർ ക്യാമറയിലേക്ക് പോവുകയാണെങ്കിൽ 108 MB വൈഡ് ആംഗിൾ പ്രൈമറി ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. സെക്കൻഡറി ആയിട്ട് വരുന്നത് 5 MB അൾട്രാ വൈഡ് ആംഗിൾ ലെൻസാണ് വരുന്നത്. ക്യാമറയുടെ സ്പെസിഫിക്കേഷൻസിലേക്ക് പോവുകയാണെങ്കിൽ 10x ഡിജിറ്റൽ സൂം, ഓട്ടോ ഫ്ലാഷ്, ഫേസ് ഡിറ്റക്ഷൻ, കസ്റ്റം വാട്ടർമാർക്ക്, ടെക്സ്റ്റ് ടു ഫോക്കസ് എന്നിവയാണ് ഇതിൻ്റെ പ്രത്യേകത ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഷൂട്ടിംഗ് മോഡുകൾ നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ഷൂട്ടിങ്ങും ഹൈ ഡൈനാമിക് റേഞ്ച് മോഡും ഇതിൽ വരുന്നുണ്ട്. അതായത് HDR മോഡ് ഇതിൽ വരുന്നുണ്ട്. വീഡിയോ റെക്കോർഡിംഗ് നോക്കുകയാണെങ്കിൽ ഫുൾ HD+ 30 FPS വീഡിയോ റെക്കോർഡിംഗ് ആണ് വരുന്നത്. പ്രൈമറി ക്യാമറ 16 MB വൈഡ് ആംഗിൾ ലെൻസാണ് നൽകിയിരിക്കുന്നത്. സ്ക്രീൻ ഫ്ലാഷോട് കൂടി ഫുൾ HD+ 30 FPS വീഡിയോ റെക്കോർഡിംഗ് ആണ് വരുന്നത്. 5230 mAh ലിയോൺ പ്രൈമറി ബാറ്ററിയാണ് വരുന്നത്. 35 വാൾട്ട് സൂപ്പർ ചാർജിങ്ങും വരുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ 256 GB ആണ് വരുന്നത്. ഇനി നമുക്ക് ഡുവൽ സിം സപ്പോർട്ടോട് കൂടിയാണ് വരുന്നത്. 5G and 4G ആണ് വരുന്നത്. USB Type-C പോർട്ടാണ് ഓഡിയോ ജാക്ക് ആയിട്ട് വരുന്നത്. ഇത് ഫിംഗർ പ്രിൻ്റ് ഒപ്റ്റിക്കൽ സെൻസറാണ് വരുന്നത്. ഓൺ സ്ക്രീനിലാണ് വരുന്നത്. ഇതിൻ്റെ ഇത് കുറച്ച് വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ സാധാരണ ഒരുപാട് മാറ്റങ്ങൾ വരാൻ സാധ്യതയുള്ളതാണ്. ഏകദേശം ഇതേപോലെ തന്നെ 91% വരാൻ സാധ്യത, കുറച്ച് മാറ്റങ്ങൾ വരും. അപ്പോൾ നമുക്ക് അത് നമ്മൾ എന്താണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എല്ലാം കൂടി ഈ ഫോൺ എപ്പോഴാണോ ലോഞ്ച് ആവുന്നത് അത് നമ്മൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂയിങ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ആ വീഡിയോക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള ഇൻഫോർമാറ്റീവ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അപ്പോൾ നിങ്ങളുടെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ചാനലിലേക്ക് അത് എത്തുന്നതാണ്. അപ്പോൾ അതിൽ നല്ല മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. ഗെയിമർ ടെസ്റ്റ് സൈനിങ് ഓഫ്.